ഇന്നത്തെ പരിപാടി നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഡാൻസ്. അമ്മേ, ഇനിയെങ്കിലും കുറച്ചു നേരം ഒന്ന് കിടന്ന് ഉറങ്ങാലോ അല്ലേ? ഇല്ല, പറ്റില്ല. രാവിലെ ഉറങ്ങരുതെന്ന് നിനക്കറിയില്ലേ? നോയമുള്ള സമയങ്ങളിൽ രാവിലെ ഉറങ്ങാൻ പാടില്ലെന്നാ. ചേടാ, ഇതെന്തൊരു പാടിത്. ഈ റൂളൊക്കെ ആരാ എഴുതിയത്? ആ മേപ്പാടിനായിരിക്കും, അല്ലാണ്ട് ആരാ? അതെ, ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ട്. എല്ലാരും അമ്പലത്തിൽ പോയിട്ട് വേണം കഴിക്കാൻ കേട്ടോ. ചേടാ, ഇതെന്തൊരു പാട്. എന്നാ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അവിടെ തന്നെ നിന്നാ പോരായിരുന്നോ? ഈ ചെറുക്കനൊക്കെ കാപ്പാൻ കൂടിയോ? അമ്പലം പൂജ എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ ഇവന് ഇളകും ഭ്രാന്ത്. എനിക്ക് ആരോടൊന്നും പറയില്ല, ഞാൻ പോവാ. രുദ്ര, നീ ഇനി ആ മുറിയിലേക്ക് പോകണ്ട കേട്ടോ. അടുത്ത 5 ദിവസത്തേക്ക് അറിയാലോ, നിനക്ക് ഒരുപാട് പൂജകളൊക്കെ ചെയ്യാനുള്ളതാ. അതുകൊണ്ട് ദേവന്റെ മുറിയുടെ ഇപ്പുറത്ത്, അതായത് ആ പൂജാമുറിയുടെ ഇപ്പുറത്തായിട്ട് നിനക്കൊരു മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ മുറിയിൽ വേണം നീ ഇനി താമസിക്കാൻ. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് പൂജാമുറിയിൽ കയറി പൂജ ചെയ്ത് അവിടുന്ന് വിളക്ക് കത്തിച്ച് ആ വിളക്ക് നീ അപ്പുറത്ത് കാളിയുടെ കാവിൽ കൊണ്ടുവെക്കണം. എന്നിട്ട് നീ അവിടെ പൂജ ചെയ്ത് പിന്നെ 6 മണിയാകുമ്പോഴേ തിരിച്ചിങ്ങോട്ട് വരാൻ പാടുള്ളൂ. അങ്ങനെ അടുത്ത 5 ദിവസം നീ ചെയ്യണം. അപ്പൊ ഇതിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അച്ഛനും മേപ്പാടിനും വന്നു കഴിയുമ്പോ പറയും. ഇപ്പൊ നീ നിന്റെ മുറി പോകണ്ട, നിനക്ക് ഏർപ്പാടാക്കിയ മുറിയിലേക്ക് ചെന്നാ മതി. പിന്നെ നിനക്ക് എന്തൊക്കെയാണോ വേണ്ടത്, നിന്റെ ആവശ്യ സാധനങ്ങളെല്ലാം പറഞ്ഞാൽ മതി. അത് മുകളിൽ നിന്ന് ലളിത എടുത്തോണ്ട് വന്ന് തരും. കേട്ടല്ലോ? ആരാന്ന് ചോദിച്ചില്ലേ? ആരാത്? ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. വാസവനങ്ങളെ, അങ്കിളിനെ തപ്പി നടക്കുമായിരുന്നു ഞാൻ. എനിക്ക് എന്റെ മുറിയിലെ ആ കതകും പിന്നെ ജനാലയും അതൊന്ന് റെഡിയാക്കി തരുമോ? അതെന്താന്ന് വെച്ചാലേ, ഈ കാറ്റടിക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് തുറന്നു വരും. ആ തുറക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ഒരു സൗണ്ടും ഗിറെന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി, ഈ ഉറക്കത്തില് രാത്രിയും കൂടെ ആണെങ്കിൽ ഒരുമാതിരി ഇറിറ്റേഷനാ. അതൊന്ന് ശരിയാക്കാമോ? മോനെ, ചെയ്യാലോ. ഏതൊക്കെ കഥകും ജനലും എന്ന് പറഞ്ഞാൽ മതി, ഞാൻ ആളെ വിടാവേ. ഇതാരാ കരയുന്നേ? ഹലോ, ആരേലും ഉണ്ടോ? ഇതാരെ കരയുന്നേ? കുഞ്ഞു പിള്ളേരുടെ കരച്ചിൽ പോലെ ഉണ്ടല്ലോ. കൊണ്ടാരം പൂച്ചയായിരുന്നോ? ചെറുക്കുട്ടി എണീച്ചേ. ഇവള് ഇല്ല, ഞാൻ എണീക്കില്ല. ദേവൻ എന്നോട് ക്ഷമിക്കും, ഞാനൊന്നും അറിയാതെ ചെയ്തതല്ലേ. എടി എഴുന്നേറ്റ്. ഞാനാ ഇല്ല, ദേവൻ എന്നോട് ക്ഷമിക്കാതെ ഞാൻ എഴുന്നേറ്റില്ല. നാശം പിടിക്കാനായിട്ട് ഇവളെ കൊണ്ട് 24 മണിക്കൂർ ഇത് തന്നെ ചിന്ത. ഞാൻ തന്നെ പോയെടുത്തോളാം. ഇതെല്ലാം തോന്നല. ഒന്നും ഞാൻ ഉറങ്ങുക, അല്ലെങ്കിൽ എല്ലാം എന്റെ തോന്നല. നേരെ മറക്ക്. ഭ്രാന്തി, ഞാനാടി. നീയായിരുന്നോ? എന്റെ നല്ല ജീവനൊക്കെ പോയി. എന്തിനാടാ പാദയാത്രയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? ഞാൻ ഇറങ്ങി നടന്നയാണോ? ഇവിടെ ആരുടെ കരയുന്ന സൗണ്ട് കേട്ട് ആരെ കരയുന്ന അറിയാൻ വന്നതാ. പിന്നെ ഈ പാതിരാത്രി ആ സമയത്ത് കുത്തിയിരുന്ന് കരയാനും വേണ്ടിയുള്ള പ്രശ്നം
ഇവിടെ ആർക്കാടാ ഉള്ള കൈ കാലം പറഞ്ഞിട്ട് പാടില്ല. ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിച്ചിട്ട് ചേട്ടന്റെ മുറി ചെന്ന് ഒരുപാട് നേരം കൊട്ടി, എന്നിട്ട് ചേട്ടൻ തുറന്നില്ല. എടാ പ്രാന്ത, മറ്റേ പൂജയുടെ എന്താ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ചേട്ടൻ ഇപ്പൊ വേറെന്തോ വലിയ വ്രതത്തില്ല. അപ്പൊ അതുകൊണ്ട് പൂജാമുറിയുടെ അപ്പുറത്തുള്ള മുറിയില്ല ചേട്ടൻ ഇപ്പൊ കിടക്കുന്നത്. ഇനി 5 ദിവസം അങ്ങാണ്ട് കഴിഞ്ഞിട്ടേ ചേട്ടന്റെ മുറി പോകാനൊക്കത്തുള്ളൂ. ആ എനിക്കറിയാം, പക്ഷെ എന്തോ ഒരു ടെൻഷനിൽ ഞാൻ പോയി ആ മുറിയിൽ കുറെ നേരം കൊട്ടി. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാനും നിൽക്കാനും ഒക്കെ ചെറിയ പേടിയുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ കിടന്നോട്ടെ? ആ എന്തേലും കാണിച്ചു തോലക്ക്. ആദ്യം ഇപ്പൊ ഇവിടുന്ന് എങ്ങനെയും പോവാ. രുദ്ര, നാളെയാണ് 5ാമത്തെ ഉത്സവം. അപ്പോ നാളെ രാത്രിയിൽ നിനക്കൊരു പൂജയുണ്ട്. അത് നീ തനിയെ ചെയ്യണം. അത് മാത്രമല്ല, രുദ്രന് മാത്രമല്ല നാളെ പൂജയുള്ളത്. ഒരു പൂജ മാത്രമാണ് അവൻ തനിയെ ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം കുടുംബം മുഴുവൻ ഇരുന്ന് ചെയ്യേണ്ട ഒന്നാണ്. അതായത് നാളെ രാത്രി ആരും ഇവിടെ ഉറങ്ങാൻ പാടില്ല. എനിക്കറിയാം ഇയാള് ലാസ്റ്റിൽ ഇത് തന്നെ പറയും. ഒന്നേ പട്ടിണി കിടക്കാൻ പറയും, അല്ലെ ഉറങ്ങാണ്ടിരിക്കാൻ പറയും. ഇയാള് ഫ്രോഡാ ചേച്ചി, ഇവനെ അങ്ങ് കൊല്ലട്ടെ ഞാൻ. ഒന്ന് മിണ്ടാതിരിക്കടാ, അമ്മ ശ്രദ്ധിക്കുന്നു. ഇനി അമ്മയുടെ വായിലിരിക്കുന്ന കൂടെ കേൾക്കാൻ എനിക്ക് വയ്യ. ഇന്ന് രാത്രിയിൽ തന്നെ കൊട്ടാരത്തിന്റെ അകത്തളത്തില് പൂജയ്ക്കുള്ള സകല കാര്യങ്ങളും സജ്ജീകരിക്കണം. ശേഷം രാത്രി ഒരു 12 മണിയോടെ നമ്മൾ പൂജ ആരംഭിക്കും. അപ്പോൾ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും നമ്മുടെ ചുറ്റും ഇരിക്കണം. രുദ്രൻ ആ പൂജയിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. രുദ്രന് വേണമെങ്കിൽ കിടന്നുറങ്ങാം. അതൊന്നും പറ്റത്തില്ല, അത് ഫൗള്. മിണ്ടാതിരിക്കടാ പ്രാന്ത, അടുത്തത് ഉറപ്പാ കേട്ടോ. അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലി നീ വാങ്ങും. നമ്മൾ 12 മണിയോടെ പൂജ ആരംഭിക്കും. ശേഷം ബ്രഹ്മമുഹൂർത്തത്തിൽ രുദ്രൻ കൊട്ടാരക്കുളത്തിൽ പോയി കുളിച്ച് ഈറനോടെ നമ്മൾ പൂജ നടത്തിയ ആ യാഗാഗ്നിയിൽ നിന്ന് തീ പകർന്നെടുത്ത് നാം പറയുന്ന മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നേരെ കുടുംബ പരദേവതയായ കാളീദേവിയുടെ കാവിന് മുന്നിൽ ചെന്ന് അവിടുത്തെ പ്രധാന കൽവിളക്കിൽ ഈ തീ പകർന്നു കൊടുക്കുക. ശേഷം അവിടെ നിന്ന് നാം തന്ന മന്ത്രങ്ങൾ ജപിച്ച് ഈ ചരട് ആ കൽവിളക്കിന് ചുറ്റും കെട്ടുക. പിന്നീട് ഒന്നും ഉരിയാടാതെ മിണ്ടാതെ തിരിഞ്ഞു നടന്ന് ഇവിടേക്ക് എത്തുക. അതായത് നീ തിരിഞ്ഞു നടക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായേക്കാം. പലരും പിന്നിൽ നിന്ന് വിളിച്ചേക്കാം. പക്ഷെ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കാനോ മന്ത്രജപങ്ങൾ നിർത്താനോ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ഈ ചെയ്തതെല്ലാം ഇല്ലാതാവും. അപ്പോ വേഗം തന്നെ പൂജയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി തുടങ്ങാം. അതുപോലെ ആരും ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിക്കാൻ പാടുള്ളതല്ല കേട്ടോ. പഴം. ഇനി എനിക്ക് അപ്പോഴേ മനസ്സിലായി ഇയാൾ ഇത് തന്നെ വന്ന് പറയുമെന്നുള്ളത്. ഇവിടെ നമ്മൾ പട്ടിണി കിടന്ന് ചാവത്തേ ഉള്ളു. എന്താണ് എന്താ ഈ കളിക്കുന്നത്? മിണ്ടാതിരിക്കേ. എന്താ സംഭവം? എന്തുവാ? ഓ എടി, നാളെ വേലെടുപ്പല്ലേ. നമുക്കെല്ലാവർക്കും ഇന്ന് ഇവിടെ പൂജയുണ്ട്. അപ്പോ നാളെ വേലെടുത്ത് കഴിഞ്ഞതിന് ശേഷം അവളുടെ മാത്രമുള്ളൊരു സോളോ ഡാൻസ് ഉണ്ട്. അത് ഏതാണ്ട അങ്ങനെ ഇപ്പൊ അവളെ എല്ലാവരുടെ മുന്നിൽ ഷൈൻ ചെയ്യണ്ട. അതിന് തന്നെ ആയിരുന്നു. വലിയ പ്രശ്നമൊന്നും ഇല്ലടി. ചെറുതായിട്ട് തലകറക്കോ അങ്ങനൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വരും, അത്രേ ഉള്ളൂ. ഇതൊക്കെ വലിയ പ്രശ്നമാവില്ലേ? നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രശ്നം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ചെറുതാ ആണ്. എന്നാലും ദേവേട്ടൻ അറിഞ്ഞ പിന്നെ ദേവേട്ടൻ അറിഞ്ഞാൽ എന്താ, പണ്ടത്തെ കാര്യം പോലും ദേവേട്ടൻ അറിയത്തില്ല. അപ്പോഴായിട്ട് പക്ഷെ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇത്. ഇപ്പൊ എന്താണെങ്കിലും ശരി അവളെ കൊണ്ട് തീറ്റിച്ചാ പറ്റത്തുള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യാനാ? അതെന്തെങ്കിലും നമ്മൾ ചെയ്യാം. ഈ സാധനം അവളെ കൊണ്ട് തീറ്റിക്കണം. അല്ലേ ദേവസേന എപ്പോഴും അവൾക്ക് ഫുഡ് കൊണ്ട് കൊടുക്കാറില്ലേ? ശരിയാ. എന്നാ പിന്നെ അത് നമുക്ക് അവൾ വൈകുന്നേരം അത്താഴം കൊണ്ട് കൊടുക്കാൻ പോകുമ്പോ ആ ഫുഡിന്റെ കൂട്ടത്തിൽ വെച്ച് കൊടുത്തു വിടാം. അവൾ അറിയാതെ വെച്ചാ പോരെ, അവളത് കഴിച്ചാ മതി. ഇത് മെല്ലെ ദേഹത്ത് പിടിക്കത്തുള്ളൂ, ഒറ്റയടിക്ക് പിടിക്കില്ല. നാളെ വെളുപ്പിന് എന്താണേലും അവൾ അമ്പലത്തിൽ. അപ്പൊ പകുതി ആകുമ്പോ തന്നെ അവളുടെ ദേഹം വയ്യാണ്ടാകും. കണ്ടിന്യൂസ് ആയിട്ട് ലൂസ് മോഷൻ വരാനും തുടങ്ങും. അവസാനം അവൾ കാഞ്ഞു ഓടി. മറ്റേവള് പോയതുപോലെ ഇവളും അങ്ങ് തീരാണെങ്കിൽ തീരട്ടെ. അങ്ങനെ എന്റെ ദേവനെ വശീകരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും. എന്തിലാതെ ഇതിന്റെ കാര്യം പോക്കാൻ പോയ അവസാനം ബാക്കിയുള്ളതൊന്നും പൊങ്ങി വരാതിരുന്നാ മതി. ഒന്നും വരില്ല. നീ അടങ്ങി നിന്നാ മതി. ഇതൊക്കെ നമ്മൾ രണ്ടുപേരും മാത്രം അറിയാൻ മതി. വിഷ്ണുവാടിന് ആരും അറിയണ്ട. ഈ സംഭവം തീരാറായില്ലേ? ഉറക്കം വരുന്നു. ഞാനിരിക്കടാ, അടച്ചോക്കടാ. ബാക്കിയുള്ളതിനും കൂടെ ഉറക്കം വരുത്താതെ. ഫോട്ടോ ഇടാനും പറ്റത്തില്ല. എന്നാതിരിക്കടാ, പ്രാർത്ഥിക്കടാ. പ്രാർത്ഥിക്കാനാ? ഇയാൾ എന്താ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? നിനക്ക് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? ചൈനീസ് ആണെന്ന് തോന്നുന്നു.
അതുകൊണ്ട് തോന്നുന്നു ദേവട്ടം വന്നു അസംഭവ്യം, അനർത്ഥം സംഭവിച്ചിരിക്കണോ? കഴിഞ്ഞ ഓടി കഴിഞ്ഞ ഉറങ്ങാലല്ലേ ഇനി? മിണ്ടാ നിക്കടാ പ്രാന്ത. പരിപാടി കഴിഞ്ഞൊന്നുമില്ല. എന്തോ വലിയ പ്രശ്നം പറ്റിയെന്നാ പറയുന്നേ. എന്തു പറ്റി തിരുമേനി? വരൂ, രുദ്രൻ എവിടെ? അയ്യോ എണ്ണെന്താ പറ്റിയേ? ഇവിടെ തെക്ഷി പിടിച്ചോ? മിണ്ടായിരടാ, ഇവിടെ ഉണ്ടെന്ന് നിന്നോട് ആരാടാ പറഞ്ഞേ? പിന്നെ എന്നും ഈ രാത്രിയിൽ നമ്മൾ ആരെയായി കാണുന്നേ? അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്റെ ഏട്ടൻ? രുദ്ര, എന്താ ഇത്? തെറ്റി, എല്ലാം തെറ്റിയിരിക്കണു. രുദ്ര മോനെ, എന്താ ഇത്? ഇതാരാ? ഇതേതാ കുട്ടി? അമ്മ എനിക്കറിയില്ല, ഞാൻ പൂജ കഴിഞ്ഞ് തിരിച്ച് നടന്നു വന്നതായിരുന്നു. പെട്ടെന്ന് ഈ കുട്ടി എന്റെ കയ്യിലേക്ക് വീണു. ഇത് മറ്റേ ഡാൻസ് കളിക്കുന്ന കൊച്ചല്ലേ? വൈദി, ഇവള് ചത്തോടി. മിണ്ടാതിരിക്കടി, ആൾക്കാര് കേൾക്കും. നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല. നേരെ നിക്കി. ദുർഗ മോളെ, എണ്ണീച്ചേ ചേട്ടനാടെ വിളിക്കുന്ന. എണ്ണീച്ചേ, എന്ത് പറ്റി എന്റെ കുട്ടിക്ക്? ദുർഗ. തിരുമേനി, എന്താ ഇനി ചെയ്യാ? അകത്തെ വിഗ്രഹത്തിന് വിള്ളൽ വീണിരിക്കുന്നു. അതിൽ ആവാഹിച്ചു വെച്ചിരിക്കുന്ന ശക്തികളെല്ലാം വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ സൂചനയാണ് പ്രകൃതി നമുക്ക് തരുന്നത്. തിരുമേനി എന്താ ചെയ്യാ? എന്റെ മോനെ, രുദ്രന് എന്തെല്ലാം ആപത്തുണ്ടാവോ? ദുർഗ എഴുന്നേക്ക്. ഇനി പ്രതിവിധി ഒന്നേ ഉള്ളൂ. അത് രുദ്രൻ ചെയ്യേണ്ടതാണ്. എന്താ? എന്ത് വേണേ പറഞ്ഞു. ഞാൻ കാരണം ഉണ്ടായ ഈ പ്രശ്നം തീർക്കാൻ ഞാൻ റെഡിയാണ്. നീ ഈ നിമിഷം, ഈ ബ്രഹ്മമുഹൂർത്തം തീരുന്നതിന് മുമ്പ് തന്നെ ഇവളെ വിവാഹം കഴിക്കേണ്ടതാണ്. എന്താ? അതൊന്നും നടക്കില്ല. എന്തൊക്കെയാ പറയുന്നത്? ദുർഗ എഴുന്നേക്ക്. ആദ്യം ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പിന്നെ ഉള്ളു ബാക്കി എന്താണേലും. ദുർഗ എഴുന്നേക്ക് മോളെ. ഇല്ല, നടക്കില്ല. ഇപ്പൊ ഈ ചെയ്തു വെച്ചതിനെല്ലാം പ്രതിവിധി ഈ ഒന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ വിഗ്രഹം പൂർണ്ണമായി തകരുക തന്നെ ചെയ്യും. ശേഷം അതിൽ ആവാഹിച്ചു വെച്ച ശക്തികളെല്ലാം വെളിയിൽ വരും. പിന്നെ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്തൊക്കെയാ ഈ പറയുന്നേ? എന്ത് വിഗ്രഹം, എന്ത് പ്രതിവിധി, എന്ത് ശക്തി? എനിക്കൊന്നും അറിയണ്ട. ഇനി ഇവൾക്ക് ബോധം തിരിച്ചു വരാതെ ഇവിടെ ഒന്നും നടക്കില്ല. മാറ്. ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. ഈ കൊട്ടാരത്തിന്റെയും ദേശത്തിന്റെയും വിശ്വാസപ്രകാരം 20 വയസ്സിൽ തന്നെ കൊട്ടാരത്തിന്റെ അവകാശം ഏറ്റെടുക്കേണ്ടതുണ്ട്. കൊട്ടാരത്തിലെ അടുത്ത അവകാശി തന്റെ 20ാമത്തെ വയസ്സിൽ വേലെടുത്ത് അവകാശം ഏറ്റെടുക്കേണ്ടതാണ്. എന്നാൽ രുദ്രന്റെ കാര്യത്തിൽ അത് ഇതുവരെ നടന്നിട്ടില്ല. പിന്നെയും 10 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പ്രതിവിധി വെച്ചത്. ബ്രഹ്മചര്യത്തോടെ, പൂർണ്ണ നിഷ്ഠയോടെ ഈ മന്ത്രങ്ങൾ ജപിച്ച് ഇവിടെ കൊണ്ടുവന്ന് ആ അഗ്നി വെക്കാനും ഇന്നലെ രാത്രി നടന്ന ആ ഹോമവും എല്ലാം ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു. എന്നാൽ ഈ നിമിഷം അതെല്ലാം അവസാനിച്ചിരിക്കുന്നു. എപ്പോഴാണ് ആ അഗ്നി കൊണ്ട് അവൻ തിരിച്ചു നടക്കാൻ തുടങ്ങിയത്, അപ്പോൾ ഒരു സ്ത്രീ അവന്റെ ശരീരത്തിൽ ആ നിമിഷം സ്പർശിച്ചിരിക്കുന്നു. ആ തീ താഴേക്ക് പോയിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ആകെയുള്ള പ്രതിവിധി അവന്റെ ഭാര്യയാണ്. അതായത് ഇവൾ തന്നെ ഇവന്റെ ഭാര്യയായി മാറണം. ഇവരൊരുമിച്ച് തന്നെ വേണം ഇന്ന് വേലെടുക്കാൻ അമ്പലത്തിലേക്ക് ചെല്ലേണ്ടത്. ഇത്രയും നാൾ കൊട്ടാരത്തിൽ ആരാണോ വേലെടുത്തത് ആ അവകാശി വേലെടുക്കണമെങ്കിൽ അയാളുടെ പത്നി കൂടെ വേണം. അതായത് പത്നി സമേതനായിട്ടാണ് ആ വേലെടുക്കുന്നതും അവകാശം ഏറ്റെടുക്കുന്നതും. എന്നാൽ ഇന്നത് തിരുത്തി കുറിച്ചു. അതിന് ഞാൻ നടത്തിയ ഈ പൂജ അത് അവസാനിച്ചിരിക്കുന്നു. ഇനി അത് നടക്കില്ല. ഇന്ന് ഈ ബ്രഹ്മമുഹൂർത്തം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ രുദ്രൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടേണ്ടതാണ്. അല്ലെങ്കിൽ ഉറപ്പായും അനിഷ്ടങ്ങൾ സംഭവിക്കും. എനിക്കൊന്നും കേൾക്കണ്ട. ശക്തി, വണ്ടി എടുക്കടാ. you